കഥ അച്ഛൻ എന്ന സ്വപ്നം ഭാഗം 69. രചന ശാലിനി ഇയെ. കാർത്തിയുടെ കാർ ഗോവർദ്ധനത്തിൻ്റെ ഗേറ്റ് കടന്നു വരുമ്പോൾ എല്ലാവരും മുറ്റത്തിറങ്ങി നിൽക്കുന്നുണ്ട്. എന്താ ബദരി, കുഞ്ഞോൾക്ക് എന്താ സംഭവിച്ചത്? അവൾക്കെല്ലാം മനസ്സിലായി എന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ സത്യങ്ങളെല്ലാം അറിയുന്ന നിനക്ക് ഒന്നും അവളോട് പറയാനുണ്ടായിരുന്നില്ലേ? അവളുടെ അച്ഛനും അവളുടെ ഏട്ടനും തെറ്റുകാരല്ലെന്നും ഞങ്ങളുടെ അമ്മയുടെ കയ്യിൽ തെറ്റില്ലെന്നും എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാമായിരുന്നില്ലടാ. കാറിൽ നിന്നും പാഞ്ഞു വന്ന് ബദ്രിയുടെ ഷർട്ടിൻ്റെ കോളർ മുറുക്കി പിടിച്ചുകൊണ്ടവൻ ചോദിക്കുമ്പോൾ അവൻ്റെ ഇരു കണ്ണും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നിൻ്റെ സമ്മതമില്ലാതെ ഞാൻ എങ്ങനെയാടാ? അവൻ പറഞ്ഞതിൻ്റെ മറുപടിയായി കാർത്തിയുടെ കൈ അവൻ്റെ കവിളിൽ ആഞ്ഞു പതിച്ചു. നീ എന്താ കൊച്ചുകുട്ടിയാണോ? പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾ അക്കമിട്ട് പഠിപ്പിക്കാൻ ഇത് CBSE സ്കൂളല്ല. ഇത് എൻ്റെയും നിൻ്റെയുമൊക്കെ ജീവിതമാണ്. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വിളി വരും, മനസാക്ഷിയുടെ വിളി. അത് തിരിച്ചറിയാൻ കഴിവില്ലാത്തവൻ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ അർത്ഥമില്ലടാ. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കാർത്തി ബദരിയെ പിന്നിലേക്ക് തള്ളി. വീഴാൻ പോയ ബദരിയെ സത്യപ്രതാപൻ പിടിച്ചു തന്നിലേക്ക് ചേർത്തു. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ ജീവിതമല്ലായിരുന്നോ വലുത്? അതിനുവേണ്ടി എൻ്റെ കൊച്ചിനെ ബലിയാടാക്കണമായിരുന്നോ? ഇവിടെ അവൾ സേഫാണെന്ന് കരുതിയ ഞാൻ വിട്ടി. സത്യപ്രതാപൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് കാർത്തിയുടെ ചോദ്യം. അയാൾക്ക് മറുപടിയില്ലായിരുന്നു. അവളുടെ ഫോണിൽ വിളിച്ചു നോക്കിയോ? ഫോൺ എടുത്തിട്ടില്ല, റൂമിലുണ്ട്, കൂടെ ഒരു കത്തും. സത്യപ്രതാപൻ പറഞ്ഞത് കേട്ട് കാർത്തി അയാളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. ബദ്രി പോക്കറ്റിൽ മടക്കി വെച്ച കത്തെടുത്ത് കാർത്തിയുടെ നേർക്ക് നീട്ടി. അല്ലെങ്കിലും കത്തെഴുത്തിൽ അവളെ വെല്ലാൻ ആരുമില്ലല്ലോ. സ്വയം ആത്മകഥം ചെയ്തുകൊണ്ടവൻ ആ കത്ത് വാങ്ങി നിവർത്തി നോക്കി. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. തെറ്റ് എൻ്റെ ഭാഗത്താണെങ്കിൽ ക്ഷമിക്കണം. കാപ്പട്യങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് ജീവിക്കാൻ തോന്നുന്നില്ല. ഞാൻ പോകുന്നു. എന്നെക്കുറിച്ച് ആരും അന്വേഷിക്കേണ്ട. ഇനിയൊരു തിരിച്ചുവരവിന് വേണ്ടിയല്ല എൻ്റെ ഈ ഇറങ്ങിപ്പോക്കെന്ന് മനസ്സിലാക്കുക. എനിക്ക് വേണ്ടി ചെയ്തു തന്ന സഹായങ്ങൾക്കെല്ലാം സത്യനങ്ങളിനോടും ഒരുപാട് നന്ദിയുണ്ട്. കുറച്ചു നാളെങ്കിലും ഒരു മായാലോകത്ത് ജീവിക്കാൻ കഴിഞ്ഞല്ലോ. നാളെ ഒരു പോലീസ് അന്വേഷണം ഉണ്ടാകുമ്പോൾ അവർക്ക് ഈ കത്ത് കാണിച്ചു കൊടുത്താൽ മതി. എൻ്റെ തീരോധാനത്തിൽ അതിപ്പോൾ മരണമായാലും നിങ്ങളെ ആരും സംശയിക്കില്ല. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും തമ്മിൽ കാണാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി അഥവാ മരിക്കുകയാണെങ്കിൽ അപ്പോഴും ഞാൻ സന്തോഷവതിയാണ്. ഒരിക്കലും കാണില്ലെന്ന് കരുതിയ അച്ഛനെയും ഏട്ടനെയും കാണാൻ കഴിഞ്ഞല്ലോ. അന്ന് ICUവിനുള്ളിൽ കിടന്നപ്പോൾ കണ്ടത് സ്വപ്നമായിരുന്നില്ല എന്ന് ഏട്ടൻ്റെ ഡയറി വായിച്ചപ്പോൾ മനസ്സിലായി. ഏട്ടൻ്റെ സ്നേഹം അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അമ്മയെ മറന്നുകൊണ്ട് അവരെ രണ്ടുപേരെയും സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് എൻ്റെ ഏട്ടനോട് ക്ഷമിക്കണേ എന്ന് പറയാനേ എനിക്ക് കഴിയും. ആദ്യവുമില്ല അന്തവും ഇല്ലാത്ത ഒരു ലെറ്റർ. CCTV ഫൂട്ടേജ് കാണണം എനിക്ക്. കത്തുമടക്കി കയ്യിൽ പിടിച്ചുകൊണ്ടവൻ ബദ്രിയുടെ നേർക്ക് തിരിഞ്ഞു. വാ, റൂമിലെ ലാപ്ടോപ്പിൽ നോക്കാം. പറഞ്ഞതും ബദ്രി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ഓടി. പിന്നാലെ കാർത്തിയും. നിങ്ങളെന്തിനാ സത്യേട്ടാ ആ കുട്ടിയെ കാർത്തിയുടെ ഡയറി എടുക്കാൻ ഏൽപ്പിച്ചത്? അതല്ലേ ഈ അപകടത്തിനെല്ലാം കാരണമായത്? രേണുക തളർന്ന ശരീരത്തോടെ സെറ്റിൽ ഇരുന്നു. സത്യപ്രതാപൻ വിരളി പിടിച്ചവനെ പോലെ പൂമുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. സ്ക്രീനിൽ വ്യക്തമായും കാണുന്നുണ്ട് ഒരു ബാഗുമെടുത്ത് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന നദിയെ. സമയം 4:10 ആണ് കാണിക്കുന്നത്. വാളിൽ നിന്നും കീയെടുത്തും കൊണ്ട് ഡോർ തുറക്കുന്നതും പുറത്തേക്ക് ഇറങ്ങുന്നതും എല്ലാം വ്യക്തമായി കാണുന്നുണ്ട്. മുറ്റത്തേക്കിറങ്ങിയ നദി ഗേറ്റ് വഴിയല്ല പുറത്ത് കടന്നത് എന്ന് അവർക്ക് മനസ്സിലായി. സൈഡിലെ മതിൽ ചാടി കടന്നാണ് അവൾ പുറത്ത് കടന്നിരിക്കുന്നത്. അതുകൊണ്ടാകാം സെക്യൂരിറ്റി വിവരമൊന്നും അറിയാതിരുന്നത്. 4 മണി സമയമല്ലേ, അയാളും ഉറക്കത്തിൽപ്പെട്ടു പോയിട്ടുണ്ടാകാം. കഷ്ടം, 1 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. നീ വാ, നമുക്ക് പോയി നോക്കാം. റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല. അതും പറഞ്ഞുകൊണ്ട് കാർത്തി വേഗം താഴെ കൂടിയതും ബദരി പിന്നാലെ ഓടി. സത്യപ്രതാപൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാതെ രണ്ടുപേരും കാറിൽ കയറി പുറത്തേക്ക് കുതിച്ചു. മതിലിൻ്റെ വടക്കുവശത്തേക്കാണ് അവൾ ചാടിയിട്ടുള്ളത്.
ബസ് സ്റ്റാൻഡ് തന്നെയായിരിക്കണം ലക്ഷ്യം. റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ നമ്മുടെ ഗേറ്റ് കടന്ന് ഇപ്പുറത്തേക്ക് കടക്കണം. അങ്ങനെയെങ്കിൽ സെക്യൂരിറ്റിയുടെ കണ്ണിൽ പെടാതിരിക്കില്ല. നമുക്ക് ആദ്യം ബസ് സ്റ്റാൻഡിൽ പോയി നോക്കാം. ബദരി അങ്ങനെ പറയുമ്പോൾ കാർത്തി ഫോണിൽ നിന്നും ഫിലിപ്പിനെ വിളിക്കുകയായിരുന്നു. പറയൂ സർ. ഫിലിപ്പ് നദിയെ കാണുന്നില്ല. കാർത്തിയുടെ ടെൻഷൻ നിറഞ്ഞ സ്വരം കേട്ടതും ഫിലിപ്പ് ജാഗരൂകനായി. ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നദിയുടെ തിരോധാനം കാർത്തി ഫിലിപ്പിനെ അറിയിച്ചു. എവിടെ പോയി അലഞ്ഞാലും വേണ്ടില്ല ഫിലിപ്പ്, 2 മണിക്കൂറിനുള്ളിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടണം. ഇല്ലെങ്കിൽ അവൾ എവിടെയാണെന്നുള്ള സൂചന കിട്ടണം. മൂവ് നോ. കാർത്തി കാർ അതിവേഗം ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടു. നിർത്തിയിട്ടിരിക്കുന്ന ഓരോ ബസ്സിലും അവർ പരിശോധിക്കുവാൻ തുടങ്ങി. കാർത്തി മൊബൈലിലെ നദിയുടെ ഫോട്ടോ എടുത്ത് ഓരോരുത്തരെയും കാണിക്കുന്നുണ്ട്. ഈ കുട്ടിയെ നിങ്ങൾ അല്പം മുമ്പെങ്ങാനും കണ്ടോ? ഞങ്ങൾ ഇവിടെ എത്തുന്നതിന് മുൻപ് ഏതെങ്കിലും ബസ്സിൽ കയറിപ്പോയോ എന്നറിയാനാണ്. എന്നാൽ അങ്ങനെയൊരു പെൺകുട്ടിയെ അവിടെ ആരും കണ്ടിട്ടില്ല എന്നായിരുന്നു ഓരോരുത്തരുടെയും മറുപടി. ബദരി, അവൾ അവരുടെ കയ്യിലെങ്ങാനും അകപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും നമുക്കവളെ തിരിച്ചു കിട്ടില്ല. എവിടെ നിന്നും അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം കുഞ്ഞോൾ അവരുടെ കയ്യിൽ അകപ്പെട്ടു എന്നാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനി ഒന്നും ചിന്തിക്കാനില്ല. കാർത്തി അത് പറയുമ്പോഴേക്കും ഫോണിൽ ഫിലിപ്പിൻ്റെ കോൾ വന്നിരുന്നു. ഫിലിപ്പ്, പറയൂ. സർ, ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെയെങ്ങും അങ്ങനെ ഒരാൾ എത്തിയിട്ടില്ലെന്ന് പറയുന്നു. വീടിൻ്റെ ഗേറ്റിന് മുന്നിലെ CCTV ഉള്ളതല്ലേ? കറക്റ്റായി ഒന്ന് നോക്കാമായിരുന്നോ? ഫിലിപ്പ് പറഞ്ഞപ്പോഴാണ് മതിൽ ചാടുന്നതുവരെ മാത്രമേ CCTV ദൃശ്യങ്ങൾ നോക്കിയുള്ളൂ എന്നത് കാർത്തി ചിന്തിച്ചത്. നിന്റെ ഫോണിൽ CCTV ഫൂട്ടേജ് കിട്ടുമോ? കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തിരി വേഗം ഫോൺ എടുത്തു. അവർ രണ്ടുപേരും സ്ക്രീനിൽ ദൃശ്യങ്ങളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഗേറ്റിനെ മറികടന്നുകൊണ്ട് ഒരു ഓട്ടോ കടന്നു പോകുന്നത്. അതിൽ നിന്നും പുറത്തേക്ക് പാറിപ്പറക്കുന്ന നദിയുടെ ആണെന്ന് രണ്ടുപേർക്കും മനസ്സിലാക്കാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. കാർത്തി ആ ദൃശ്യങ്ങൾ വീണ്ടും അടിച്ചു ഓട്ടോയുടെ നമ്പർ അവൻ്റെ ഫോണിലേക്ക് പകർത്തി ഫിലിപ്പിനെ അയച്ചു കൊടുത്തു. ഈ ഓട്ടോ ആരുടേതാണെന്ന് ഉടൻ കണ്ടെത്തണം. ഈ ഓട്ടോയിലാണ് അവൾ പോയിരിക്കുന്നത്. ആ വഴി പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. പക്ഷേ അവിടെ എത്തിയിട്ടില്ലെന്നല്ലേ നീ പറയുന്നത്? വോയിസ് അയച്ച 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും മറുപടി എത്തി. ദിനേശൻ എന്നാണ് പേര്. ആളൊരു ഓട്ടോ ഡ്രൈവറാണ്. നദി റോഡിലെത്തിയ നിമിഷം യാദൃച്ഛികമായി ദിനേശൻ ആ വഴി ഓട്ടോയുമായി വന്നിരിക്കാം. എന്തായാലും ഞാൻ അയാളുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചിട്ടുണ്ട്. വിളിച്ചു നോക്കിയതിന് ശേഷം പറയാം. വീണ്ടും കാത്തിരിപ്പ്. നിമിഷങ്ങൾക്ക് ഒച്ചിൻ്റെ വേഗതയാണെന്ന് കാർത്തിക്ക് തോന്നി. വീണ്ടും അരമണിക്കൂർ എടുത്തു ഫിലിപ്പിൻ്റെ കോൾ വരാൻ. സർ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവൻ യാദൃച്ഛികമായി ആ വഴി എത്തിയതാണ്. കൈ കാണിച്ചപ്പോൾ ഒരു ഓട്ടമല്ലേ ബസ് സ്റ്റാൻഡിൽ വിടാൻ പറഞ്ഞപ്പോൾ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ബസ് സ്റ്റാൻഡിലേക്ക് എന്തിനാ ഇടത്തോട്ട് പോകുന്നത്? വലത്തോട്ടല്ലേ പോകേണ്ടത്? ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ തിരഞ്ഞതാണല്ലോ. ആദ്യം റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്നാണത്രേ പറഞ്ഞത്. പിന്നീടാണ് ബസ് സ്റ്റാൻഡിലേക്ക് എന്ന് മാറ്റി പറയുന്നത്. കുറച്ചു ദൂരം ഇടത്തോട്ട് പോയാൽ അവിടെ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ടല്ലോ, അതുവഴി പോയെന്നാണ് പറഞ്ഞത്. എവിടേക്കുള്ള ബസ്സിലാണ് കയറിയതെന്ന് പറഞ്ഞോ? അത് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ഞങ്ങൾ അതൊന്നും ചോദിച്ചറിയേണ്ട കാര്യമില്ലല്ലോ. ഓട്ടോ വിളിച്ച ഓട്ടം പോയി ബസ് സ്റ്റാൻഡിൽ ഇറക്കി കൊടുത്തു തിരിച്ചു പോന്നു. അതിനപ്പുറം ഒന്നും അറിയില്ലെന്ന്. എന്നിട്ട് അയാൾ ഇപ്പോൾ എവിടെയാണ്? അവിടെ നിന്ന് പോരുമ്പോൾ എറണാകുളത്തിന് വേറൊരു വാടക കിട്ടിയെന്ന്. ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവൻ്റെ മൊബൈൽ ട്രാക്ക് ചെയ്യും. കറണ്ട് ടവർ ലൊക്കേഷൻ എനിക്ക് വേണം. മൂവ് നോ. ഓക്കെ സർ. അവൻ്റെ ഫോണിലേക്ക് ആരൊക്കെ വിളിച്ചു, ആർക്കൊക്കെ കോൾ പോയി, എല്ലാ ഡീറ്റെയിലും എനിക്ക് കിട്ടണം. ഓക്കെ സർ. ഫിലിപ്പ് ഫോൺ വെച്ചതും കാർത്തി ശരത്ചന്ദ്രനെ വിളിച്ചു. ശരത്, എനിക്ക് സിദ്ധാർത്ഥിനെ കിട്ടണം പെട്ടെന്ന്. പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന്.
സാർ എവിടെയുണ്ടാകും? നമ്മുടെ ഗോഡൗണിൽ. ഓക്കെ സാർ. അവൻ ഒളിവിലാണെങ്കിലും കറണ്ട് ലൊക്കേഷൻ എനിക്കറിയാം. ഗുഡ്, ഞാനിപ്പോൾ എത്താം. ഫോൺ ഓഫ് ചെയ്തതും അരികിൽ നിൽക്കുന്ന ബദ്രിയെ നോക്കി അവൻ. നീ ഇപ്പോഴെന്തിനാ സിദ്ധാർത്ഥൻ്റെ പിറകെ പോകുന്നത്? ആദ്യം നമുക്ക് നദിയെ കണ്ടെത്താം, കാർത്തി, അതിനുശേഷം സിദ്ധാർത്ഥന് വേണ്ടത് കൊടുക്കാം. എനിക്കിപ്പോൾ കുഞ്ഞോളുടെ കാര്യത്തിൽ ടെൻഷനില്ല ബദ്രി. അവൾ ട്രെയിനിലും കയറിയിട്ടില്ല, ബസ്സിലും കയറിയിട്ടില്ല. അവൾ ആ ഓട്ടോക്കുള്ളിലുണ്ട്. അത് നിനക്കെങ്ങനെ അറിയാം? ബദ്രി പുരികം ചുളിച്ചും കൊണ്ട് ചോദിച്ചു. അതറിയാൻ ഞാൻ CBI ആവണമെന്നില്ല. സാമാന്യ ബുദ്ധി ഉണ്ടായാൽ മതി. ഇനി അറിയേണ്ടത് അവളുടെ തനിച്ചുള്ള തീരുമാനമാണോ അതോ അവൾക്ക് പിന്നിൽ ചരട് വലിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇനി വരുന്ന ഫിലിപ്പിൻ്റെ കോളിൽ എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉണ്ടായിരിക്കും. അതിന് വെയിറ്റ് ചെയ്യുന്ന സമയം മതി സിദ്ധാർത്ഥന് കൈകാര്യം ചെയ്യാൻ. നീ വാ. കാറിൽ കയറിയിരിക്കുമ്പോൾ ബദ്രിയുടെ മുഖത്തും നദിയുടെ കുറിച്ചോർത്തുള്ള വേവലാതിയായിരുന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം.